ഈജിപ്തിലെ നാസർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആയത്തുള്ള ഖൊമേനി പറഞ്ഞതുപോലെ ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇസ്രയേൽ ഭൂമുഖത്ത് ഉണ്ടാകത്തില്ല. ഇത് പറഞ്ഞ 1967 അദ്ദേഹത്തിൻ്റെ കൂടെ ലിബിയ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ജോർദാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ സൗദി അറേബ്യ ഉണ്ടായിരുന്നു, അവരെ സിറിയ ഉണ്ടായിരുന്നു. അന്ന് വളരെ ഈ ഇസ്രയേലിൻ്റെ കാര്യം ഇതേ ഉള്ളൂ, ഇത് അവർ യഹോവയിൽ വിശ്വസിക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. 67 ആയപ്പോൾ ഒരു 10 ലക്ഷം ജനത്തിന് താഴെ ഉള്ളു. ഒരു പട്ടാളക്കാർ അന്നത്തെ 25,000 ആക്യുറേറ്റ് എന്ന അന്നത്തെ കാര്യം പറയുന്നു. 25,000 പേര്, 6 കുഞ്ഞു വിമാനമുണ്ട്, ഒരു എയർപോർട്ടും ഉണ്ട്. അപ്പം ഈജിപ്തിൻ്റെ തൊട്ടടുത്ത എയർപോർട്ട്, അവിടെ ഏകദേശം ഒരു 250-300 പരം വിമാനങ്ങൾ അറബ് ലീഗിൻ്റെ ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് മനസ്സിലായി 1960 ഇവൻ ആണവായുധം വികസിപ്പിച്ചു, ഇവൻ്റെ റെജിമെൻ്റെല്ലാം മുൻപോട്ട് പോകുന്നു, ഇവരിങ്ങനെ കരുത്താർജിച്ച് വന്നാൽ ഇവർ മിഡിൽ ഈസ്റ്റിന് ഒരിക്കൽ ഈ അറബ് രാജ്യങ്ങൾക്ക് ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് അവർക്കൊരു ഭീഷണിയാവുമെന്ന് വിചാരിച്ചാണ് ഈജിപ്തിലെ നാസർ പറഞ്ഞ ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്ന്. അവർ 6 ദിന യുദ്ധം ഏറ്റെടുത്തു. ഇസ്രയേൽ പെരിയെ താഴുവാൻ തുടങ്ങി. അപ്പം ഗോലാൻ കുന്നെല്ലാം അവരുടെ കയ്യിൽ നിന്ന് ഇസ്രയേലിരിക്കുക. ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് പാസ്റ്റർ നല്ലൊരു കമാൻഡർ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് മോശിയാൻ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് 300 പേരുണ്ടെങ്കിലും, അവർക്ക് അനവധി വിമാനങ്ങളുണ്ടെങ്കിലും, അവർക്ക് കപ്പലുകൾ ഉണ്ടെങ്കിലും, അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിലുണ്ട്. അതാണ് അടിമ വീട്ടിൽ നിന്ന്, ഫറവോന്റെ വീട്ടിൽ നിന്ന് 30 ലക്ഷം ജനത്തെ ആഴമേറിയ ചെങ്കടൽ കടത്തി മറുകര കൊണ്ടുവരുവാൻ ഒരു യഹോവ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം സൈന്യത്തോട് പറഞ്ഞ് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കാ യുദ്ധം ജയിക്കുന്നത്. അതിലൊരു അത്ഭുതം നടന്നു. അന്ന് 3:30 മണിയായപ്പോൾ 6 വിമാനങ്ങൾ, 6 ഫൈറ്റേഴ്സേ ഉള്ള അന്ന് ഇസ്രയേലിന്. മനസ്സിലാക്കണം, 150 മീറ്റർ ഉയരത്തിൽ പറന്നെങ്കിൽ റഡാറിൽ വരത്തുള്ളൂ. 3:30 സമയത്ത് മോശിയാൻ ഈ 6 കമാൻഡറോട് പറഞ്ഞു, ഒന്നുകിൽ നമ്മൾ ഇസ്രായേൽ രാഷ്ട്രം നിലനിൽക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് തയ്യാറുണ്ടെന്ന്. ഈ 3:30 മണിയായപ്പോൾ 6 വിമാനം തൊട്ടടുത്ത്, ഏകദേശം 350-400 കിലോമീറ്ററേ ഉള്ളൂ ഈ ഈജിപ്തുമായിട്ടുള്ള എയർപോർട്ടിൻ്റെ വേരിയേഷൻ, അവിടത്തേക്ക് 150 താഴെ പറന്ന് ഇവരുടെ ഈജിപ്തിൻ്റെ ഒരു റഡാറിനും ഇത് കിട്ടിയില്ല. അവിടെ ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ കടന്ന സകല വിമാനങ്ങളെയും ഇസ്രയേലിൻ്റെ വിമാനം കത്തിച്ചു കളഞ്ഞ അതേ സമയത്ത് ഇവർ ഈ ബോർഡറിൽ നിൽക്കുക, സിറിയയുടെ ഗോലാങ്കുന്നി, അപ്പുറത്ത് ഈജിപ്തിൻ്റെ സിറിയയുടെ പട്ടാളം, ഇപ്പുറത്ത് ഇസ്രയേലിൻ്റെ പട്ടാളം, ഏകദേശം 25,000 പേര്. അവിടെ കത്തീര് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇനി ഞങ്ങൾ മുൻപോട്ട് പോയാൽ ഫൈറ്റർ തിരിച്ചിറങ്ങി അടുത്ത ഇപ്പം ഈജിപ്തിനെ തകർത്തതേ ഉള്ളൂ, സിറിയനെ സൗദി അറേബ്യനെ തകർക്കും, മാറുന്നു എന്ന് ചോദിച്ചു. അന്നേരം 6 ദിന ഇസ്രയേൽ യുദ്ധത്തിനകത്ത് ഈ അബ്രഹാം കാൽ ചവിട്ടിയ ഗോലാൻ സിറിയയുടെ ഇവർ പിടിച്ചെടുക്കും.